കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ അൺഒഫീഷ്യൽ ട്രിപ്പാണ്. ഇന്ന് രാവിലെ എഴുന്നേൽക്കണം എന്ന് വിചാരിച്ച് ഞാൻ കാർത്തിയും രാവിലെ എഴുന്നേറ്റ്. മൊത്തം ഇരുട്ടാ, ഭയങ്കര തണുപ്പ്. നമ്മളങ്ങനെ വട്ടവടയിൽ പോകുന്ന വഴി ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട്. ഇതാണ് ആ സ്ഥലം, എന്റെ പുറകിൽ കാണുന്നത്. ചീയപ്പാറ വാട്ടർഫാൾസ് എന്നല്ലേ ഇതിന്റെ പേര്? ചീയപ്പാറ വാട്ടർഫാൾസ് ആണിത്. ഇവിടെ നിറയെ വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന്. ഇവിടെ വണ്ടി നിർത്താനായിട്ടൊരു കാരണമുണ്ട്. കാരണം നമ്മളൊരു 4 വർഷം മുമ്പ് ഞങ്ങള് ഡേറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് നമ്മളൊന്ന് മൂന്നാർ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇനിയിപ്പൊ പറഞ്ഞാലും കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞല്ലോ. എനിവേ അങ്ങനെ മൂന്നാർ വന്നപ്പോൾ ഞങ്ങൾ ഇതിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മളൊരു സെൽഫി എടുത്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ മെമ്മറി. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അതായത് നമ്മൾ റിലേഷൻഷിപ്പ് ആയതിനു ശേഷമുള്ള ആദ്യത്തെ ട്രിപ്പായിരുന്നു ഇത്. അപ്പൊ ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ അൺഒഫീഷ്യൽ ട്രിപ്പാണ്. അപ്പൊ ഇവിടെ നിന്നോട്ട് ഒരിക്കൽ കൂടി ആ സെൽഫി എടുത്ത് ആ പിക്ചർ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഉണ്ണിയാണെങ്കിൽ ഇവിടെ കുരങ്ങന്മാരുടെയും നേച്ചറിന്റെ ഒക്കെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക. സോ ഇറ്റ്സ് ലൈക്ക് വെനെവർ വി ഗോ ഫോർ എ ട്രിപ്പ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമയനിഷ്ഠിത അല്ലെങ്കിൽ ഒരു സമയബന്ധിത ഒന്നുമല്ല നമ്മളെ ട്രിപ്പ്. വി ജസ്റ്റ് സ്റ്റോപ്പ് ബൈ ആൻഡ് നമ്മൾ തോന്നുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ എടുക്കും, ഭക്ഷണം കഴിക്കും, അങ്ങനെ എൻജോയ് ചെയ്ത് മെല്ലെ നമ്മൾ പോവാ. അപ്പൊ ഇത് കണ്ടപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് നിർത്തി. എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് മാങ്ങയും പൈനാപ്പിളും. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് ദിലീപേട്ടനോട് ഇങ്ങനെ ഒരു പ്രത്യേക സ്നേഹം. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്. എൻ്റെ ചൈൽഡ്ഹുഡ് മേക്ക് ചെയ്തിട്ടുള്ള ഒരുപാടധികം സിനിമകൾ പുള്ളിയുടെയാണ്. ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കാണുന്ന സിനിമ പുള്ളിയുടെയാണ്. ഞങ്ങൾ കസിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ കോമഡി പറയാറുണ്ട്. നമ്മൾ പറയുന്ന കോമഡീസ് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഡയലോഗുകളാണ്. ഹോപ്പ്ഫുള്ളി നമ്മുടെ ചാനലിൽ അതൊക്കെ നമുക്ക് ദിലീപേണ്ണ കൊണ്ടുവരാം. നീ മൂക്കി കേട്ടിരിക്കും, നിന്നെ മൂക്കി കേട്ട ശീലം എല്ലാരും കാണട്ടെ, ലോകം അറിയട്ടെ. കാർത്തി മൂക്കി കേട്ടും നഖം കടിക്കും. നമ്മൾ മല കയറാൻ പോവാണ്. അതുകൊണ്ട് ഇത്തിരി റിസ്കി ഡ്രൈവ് ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇരിക്കാനായിട്ട് പറ്റില്ല. എനിക്ക് ചാരി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് വട്ടവട എത്താനായിട്ട് ഇനിയൊരു ഹാഫ് ആൻ അവറും കൂടെ ഉണ്ട്. ഹാഫ് ആൻ അവർ അല്ല, 1.5 hours കൂടെ ഉണ്ട്. അപ്പം ഞാനും കാർത്തിയും കൂടി നമ്മളൊരു മാഗി കഴിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്ര പോകുമ്പം ഒരു മാഗി അത് ഞങ്ങൾക്ക് നിർബന്ധമാണ്. അപ്പം ഒരു 1.5 hours മോർ ടു വട്ടവട. മാഗി ഈ കടയിൽ നിന്നാണ് നമ്മൾ മാഗി കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഈ സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാഗി കഴിച്ചു, ഹോർലിക്സും കുടിച്ചു, ഇനി ഒരു നാരങ്ങാവെള്ളം കഴിച്ചു. ഗൈസ്, വട്ടവട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നല്ല കൊടും കാടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 5 കിലോമീറ്ററോളം ഈ കാട് തന്നെയാണ്. അതായത് രാവിലെ 6 മണിക്ക് 6 മണി തൊട്ടിട്ട് വൈകുന്നേരം 6 മണി വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. ഒരു 100 മീറ്റർ നടക്കാനുണ്ട്. കാരണം ഈ വഴി കൂടെ വണ്ടി കയറത്തില്ല, നമ്മൾ നടക്കുകയാണ്. കാർത്തിക ഫ്രണ്ട് പോകുന്നുണ്ട്, ഞാൻ പുറകെ. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ വന്നിരുന്ന് കുറച്ച് വൈറ്റമിൻ ഡി എടുക്കാം എന്ന് വിചാരിച്ചു. ഇന്ന് ഐ തോട്ട് ഐ വാച്ച് ദ സൺറൈസ്. സാധാരണ സൺസെറ്റാണ് കാണാറ്, ബിക്കോസ് രാവിലെ എഴുന്നേൽക്കാറില്ല. പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേൽക്കണം എന്ന് വിചാരിച്ച് ഞാനും കാർത്തിയും രാവിലെ എഴുന്നേറ്റ് വാച്ചിങ് ദ സൺറൈസ്. ഇവിടെ വന്നപ്പോൾ തൊട്ടിട്ട് എനിക്ക് കോൾഡായി, തണുപ്പ് പറ്റാണ്ട്. ഓൾറെഡി എനിക്ക് എപ്പോഴും റണ്ണിങ് ന്യൂസാണ്, പക്ഷെ ഇന്നത് കൂടി. ഓ സണ്ണ് വന്ന് ഞാൻ നിങ്ങൾക്ക് വ്യൂ കാണിക്കാം. കണ്ടോ? സോ ഇതാണ്
നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ ഈ ഒരു ഫുൾ ഏരിയയിൽ നമ്മൾ ആണുള്ളത്. പിന്നെ കുറച്ച് ബൈക്കേഴ്സ് ചേട്ടന്മാരും ഉണ്ട്, അവരാണ് അവിടെ നിൽക്കുന്നത്. ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ഡോഗ് വിൽ ഗൈഡ് യു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ ഗൈഡ് ചെയ്യാനൊരു ഡോഗ് വന്നു. ഇതാ ഈ സൈസ് ഇത് അത്രേ ഉള്ളൂ എന്നുള്ളൂ, പക്ഷെ എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. വഴിയിൽ നിന്ന് കിട്ടിയതാ. നടന്നു ബേബി ഡോഗ്. രാവിലെ നമ്മൾ ഒരു കാപ്പിയും കുടിച്ച് ചെറിയൊരു ട്രെക്കിങ്ങിന് ഇറങ്ങി. വിചാരിച്ചതിൽ നല്ല തണുപ്പുണ്ട് ഇവിടെ, അതാണ് ഫസ്റ്റ് തിങ്. നല്ല മരങ്ങളും പൂക്കളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ് ഗൈസ്. ഇങ്ങനെ നടന്ന് ഞങ്ങൾ മലയുടെ മുകളിലെത്തി. വ്യൂ കാണുന്നുണ്ടോ? സിനിമാറ്റിക് മോഡ് ആയതുകൊണ്ട് നടന്ന് ക്ഷീണിച്ചാ വന്നേ, പക്ഷെ മുകളിലെത്തിയപ്പോൾ ഇറ്റ് വാസ് വർത്ത് ഇറ്റ്, ടോട്ടലി വർത്ത് ഇറ്റ്. അബേ കണ്ണട മാറ്റുമ്പോഴത്തേക്കും ഉണ്ടല്ലോ സൂര്യൻ കണ്ണിലോട്ടടിക്കും, അപ്പം എൻ്റെ മൈഗ്രെയിൻ ട്രിഗറാവും. അതാണ് ഞാനിപ്പോൾ ഷെയ്ഡ്സ് വയ്ക്കുന്നത്. അദ്ദേഹത്തിന് ഹൈറ്റ് വലിയ താല്പര്യമില്ല, അപ്പം പുള്ളി അവിടെ ഇരിക്കുന്നു, ഞാൻ അവിടെ ഇരിക്കുന്നു. ഇവിടെ ഇരുന്നിട്ട് എൻ്റെ ഒരു ആഗ്രഹം അമൃതാഞ്ജൻ. അമൃതാഞ്ജൻ എനിക്ക് പൈസ തന്നിട്ടില്ല അമൃതാഞ്ജൻ പ്രൊമോട്ട് ചെയ്യാൻ, എന്നാലും ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നൊരു സാധനമാണിത്. ഇതില്ലാതെ ഞാനില്ല. ആഹാ, അമൃതാഞ്ജൻ വിളിച്ചിട്ട് ഈ ഒരു എയർ ഇങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ സുഖം. ഞങ്ങളുടെ വൈൽഡ് ലിങ്കിലെ നമ്മുടെ അവിടെ ഹോട്ടൽ മാനേജറാണ് ഈ ചേട്ടൻ, മധു. നിങ്ങൾ വട്ടവടയ്ക്ക് വരുന്നെങ്കിൽ വൈൽഡ് ലിങ്കിലിരുന്നോ, കാരണം ഒരു കാടിൻ്റെ നടുവിലാണ് അവരുടെ പ്രോപ്പർട്ടി. അപ്പം ഇറ്റ്സ് ബേസിക്കലി ലൈക്ക് നെറ്റില്ല, ഒന്നുമില്ല. അപ്പം അങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളെയും കൊണ്ട് വേണം നിങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറാകും. ഞാനും കാർത്തിക പോയത്, രസമായിരുന്നു. ഞാനും അവനും മാത്രം. ഞങ്ങളിങ്ങനെ രാത്രി ഇങ്ങനെ കാടിൻ്റെ ഞങ്ങളിങ്ങനെ നടന്ന് ചെറുതൊക്കെ അടിച്ച് ഫുഡൊക്കെ കഴിച്ച് ക്യാമ്പ് ഫയർ, പാട്ട്, അതൊക്കെയായിരുന്നു ഇന്നലത്തെ ഞങ്ങളുടെ കളികൾ. ആണോ? കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഗുഹ. നമുക്ക് എന്തായാലും ഗുഹയുടെ അകത്തേക്കൊന്ന് കയറി നോക്കാം. ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഓ എന്തൊരു തണുപ്പാ അതിൻ്റെ അകത്ത്, മൊത്തം ഇരുട്ടാ, ഭയങ്കര തണുപ്പ്. ഭർത്തു ഭർത്തു ഈ ഗുഹയുടെ ഉള്ളിൽ കൂടെയാണ് ഞാൻ വന്നത്. ഒട്ടും എളുപ്പമല്ല. കാർത്തി കാണിച്ചു തരാം. കേറിക്കാ മോനെ. ചെവിയും കട്ടൂടെ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാതില്ല. അഡ്വഞ്ചർ തീപ്പൊരി മീനാജി ഇടപെട്ടുണ്ടാവൂലേ? പാവം എൻ്റെ ഭർത്താവ് എൻ്റെ അഡ്വഞ്ചറിന്റെ പിന്നാലെ വന്നിട്ട് ഗുഹേൻ്റെ അകത്ത് പെട്ടുപോയനെ. ഇപ്പം നമ്മൾ വന്നു. ഗോഡ് ഐ ഫക്കിംഗ് ലവ് ഇറ്റ്. നമുക്ക് വേണ്ട ചേട്ടൻ കാണാം. ആ ഫോണ് വെള്ളത്തിൽ മുക്കിയ
ഓ എൻ്റെ കാലൊക്കെ എടുക്ക്. Oh God, worth it, totally worth it. അങ്ങനെ വെള്ളച്ചാട്ടം കണ്ടു, ഗുഹയും കണ്ടു. ഐ ഹാഡ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. ഇനി എങ്ങോട്ടാണ് അടുത്തതെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോവാം. നമ്മളൊരുമിച്ചാണല്ലോ പോണേ. ഞാൻ കാണുന്ന സ്ഥലം വ്ലോഗ് എടുക്കാൻ മറന്നു പോയിട്ടില്ല. അതെല്ലാ സ്ഥലവും നിങ്ങളും കാണുന്നുണ്ട്. ഇതാണ് സ്ട്രോബെറി തോട്ടം. ആ കാട്ടിൽ പെട്ടുപോയി തിരിച്ചു കയറിയപ്പോഴത്തേക്ക് എൻ്റെ എനർജിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ലൈവായിട്ട് അവർ പ്ലക്ക് ചെയ്ത സ്ട്രോബെറിയാണ്. ഞങ്ങൾ ഡെഡായി കാട്ടിൽ പെട്ടു. അങ്ങനെ 2 ദിവസം താമസമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ബൈ ബൈ ടു വട്ടവട. നല്ല രസമായിരുന്നു. വൈറ്റ് ലിങ്കിനോട് നമ്മൾ യാത്ര പറയുകയും നല്ല പ്രോപ്പർട്ടി ആയിരുന്നു. ഇങ്ങനെ ഒരു വലിയ വഴിയൊക്കെ നടന്നിട്ട് വേണം നമ്മളകത്തോട്ട് വരാനായിട്ട്. ഞാനെൻ്റെ ഫസ്റ്റ് ട്രെക്ക് എക്സ്പീരിയൻസ് ചെയ്തു. എൻ്റെ വല്ല ഒരിക്കലും മറക്കില്ല. പക്ഷേ ഐ ലവ് ഇറ്റ്. നമ്മൾ മലയൊക്കെ കയറി. ഇന്നലെ അതാണ് എൻ്റെ വ്ളോഗിൽ ഒരു ഭാഗം മിസ്സിങ് ആയിട്ടുണ്ട്. കാരണം ഐ വാസ് ഡെഡ് ടയേർഡ്. എൻ്റെ പൊന്ന് ദൈവമേ, പറ്റത്തില്ല. അങ്ങനെയായിപ്പോയി ഞാൻ ഓർത്ത് ദൈവമേ, ഞാൻ ഈ കാടിൻ്റെ ഉള്ളിൽ കുടുങ്ങി പോയെന്നാലും ഓർത്ത്. പിന്നെ കാർത്തി ഉണ്ട്, ഇവിടുത്തെ ഹോട്ടൽ നടത്തുന്ന മധു എന്ന് പറയുന്ന പുള്ളി ഉണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തിൽ ഞാനിരുന്നു. എന്തായാലും അമേസിങ് സ്റ്റേ ആയിരുന്നു. അയ്യോ, ഞാനൊരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഈ പ്രോപ്പർട്ടിയിലേക്ക് കുറച്ച് ദൂരം നടന്നു വേണം വരാനായിട്ട്. കാരണം ഒരു ഓഫ് റോഡാണ്. ജീപ്പൊക്കെ കയറും. നമ്മൾ വന്നത് വീട്ടിലത്തെ കാർ എടുത്തിട്ടാണല്ലോ. അത് കയറിയാൽ കാറിൻ്റെ പരിപ്പിളകുന്നുണ്ട്. ഞങ്ങൾ കാറ് താഴെ പാർക്ക് ചെയ്തിട്ട് നടന്നു വരികയാണ് ഉണ്ടായത്. തിരിച്ചും അതേ നടക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് വട്ടവട വിശേഷങ്ങൾ. വ്ളോഗ് എത്രത്തോളം പെർഫെക്റ്റ് ആയിരുന്നെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഐ എം നോട്ട് സേയിങ് ദിസ് ഇസ് പെർഫെക്റ്റ്, ബട്ട് ഡെഫിനറ്റ്ലി എൻ്റെ വ്ളോഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ ലവ് യു ഓൾ. ബൈ.